ഹലോ ഗായ്സ്, നമ്മുടെ ചലഞ്ചിന്റെ 7ാമത്തെ ദിവസമാണെന്ന്. ചലഞ്ച് തുടങ്ങിയ അപ്പം മുതൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയതാണ്. പക്ഷെ 3 ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് മുങ്ങി. ഞാൻ മുങ്ങിയത് എങ്ങോട്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇന്ന് നമ്മുടെ ചലഞ്ചിന്റെ 4ാമത്തെ ദിവസമാണ്. ടുഡേയ്സ് ഓഫ് 4th ഡേ. ഇന്ന് ഞാനുള്ളത് ട്രിവാൻഡ്രത്തല്ല. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. പപ്പയും മമ്മിയും നാത്തൂനും ഒക്കെ ഉള്ള എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കാരണം ഇന്ന് നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്. നാളെ ശനി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈസ്റ്റർ. അപ്പം ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കുടുംബമായിട്ട് നമ്മുടെ കൈസിയും എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും വന്നേക്കുവാണ് കൊല്ലത്ത്. അപ്പോൾ ഇന്ന് വർക്കൗട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഗൈസ്, ഇന്നും എനിക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ചേർച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് രാവിലെ ഞാൻ ഒന്നും ചെയ്യാതിരുന്നുണ്ട്. രാവിലെ ആപ്സ് കുറച്ച് കാര്യമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിക്കലി കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്ന ദിവസമാണ്. കാരണം നമുക്ക് പള്ളിയിൽ പോകണം, പ്രദക്ഷിണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അത് തന്നെ നമുക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ ഇന്ന് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞിയും പയറൊക്കെയാണ് ഇന്ന് നമ്മൾ വീട്ടിൽ കഴിക്കുന്നത്. അപ്പം കുറച്ച് പയർ കഴിച്ച് നമ്മൾ കാലറി ഡെഫിസിറ്റിൽ തന്നെ ഇരിക്കാനാണ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൈസി ഞാൻ നഴ്സറിയിലാക്കിയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ അവൾ പിന്നെ അവിടെ ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അവളെയും കൂടെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ അവൾ ഏതൊക്കെ കൈസി അവൾ വന്നേക്കാണ് ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. കൈസിമാ കൈസിമാ. ഇത് എൻ്റെ പപ്പായുടെ ഫിഷ് ടാങ്കാണ്. ഒരുപാട് ഫിഷ് ഉണ്ട്. സോ പപ്പ വളർത്തുന്ന ഫിഷാണിത്. ഐ തിങ്ക് അത് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നത് ഈ ഫിഷ്. നൈസ് നൈസ്. ഏത് സിനിമയാടാ? സൈലൻസ്. ഹൊറർ മൂവിയാണോ? കിസിക്ക് ഹൊറർ മൂവീസൊക്കെയാണ് ഗൈസ് ഇഷ്ടമാണ് തോന്നുന്നു. പിന്നെ എന്ത് മൂവി ഇത്? ഹൊറർ പോലെ ഉണ്ടല്ലോ അത്. ഗൈസ്, ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് മമ്മിയുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം എല്ലാവരും ഒരുമിച്ചിരുന്ന് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് മൂവി കാണുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് മാറിയിരിപ്പുണ്ട്. സോ നമ്മൾ പള്ളിയിൽ പോകാൻ പോകണം. പള്ളിയിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് അങ്ങ് പോകണം. കാരണം ഇനി വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും പള്ളിയിലെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഇന്ന് ലഞ്ചിന് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് അച്ചാറ്, പയറ്, ചമ്മന്തി, പിന്നെ കഞ്ഞി. അപ്പം ഇതാണ് നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നമുക്ക് ഉള്ള യൂഷ്വൽ ലഞ്ച്. അപ്പം ഇത് കഴിച്ചിട്ട് നമ്മൾ ചർച്ചിൽ പോകും. അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ എന്തായാലും ഒരു ഈവനിങ് 8 o'clock ഒക്കെ ആവും. സോ അപ്പം ഉലുവ കഞ്ഞിയൊക്കെ നമ്മുടെ നാട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ലെറ്റ് മീ ഫിനിഷ് മൈ ലഞ്ച് ഗൈസ്. വേണ്ട സൂസി വേണ്ട. ഞാൻ കളിച്ചോണ്ടിരിക്കാതെ കഞ്ഞി കുടിച്ചിട്ട് പള്ളിയിൽ പോകണോ? പള്ളിയിൽ പോകണ്ടോ നിനക്ക്? കളിച്ചോണ്ടിരിക്കാണ്. എനിക്ക് കഞ്ഞി കുടിച്ചേ. കെസി ഇറങ്ങ, സമയായി. ലിച്ചു ഇറങ്ങടാ, ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ഗൈസ്, എൻ്റെ നാത്തൂനുണ്ടാക്കിയ ഉലുവാക്കഞ്ഞിയാണിത്. സോ ഇത് നമ്മുടെ വെള്ളിയാഴ്ചയ്ക്ക് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നൊരു സാധനമാണിത്. പച്ചരി, ഉലുവ, പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ ശർക്കര. ഇത് ഇത്രയും ഇട്ടിട്ടാണ് ഈ സംഭവം നമ്മളിവിടെ കൊല്ലത്ത് ഉണ്ടാക്കുന്നത്. വേറെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സോ ഇത് വെള്ളിയാഴ്ചയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. സോ ഇത് നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഈവനിങ് ഇത് കഴിക്കും. വെള്ളിയാഴ്ചയിലെ ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ നമ്മൾ ചർച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നാത്തൂനുണ്ടാക്കി വെച്ച ഉലുവാക്കഞ്ഞിയൊക്കെ കുടിച്ചു. ഇനി ചർച്ചിലോട്ട് വീണ്ടും പോവാണ് രൂപം മുത്താനായിട്ട്. പിന്നെ 12 മണിയാകുമ്പോൾ കബറടക്കം. പിന്നെ അത് കഴിഞ്ഞ് ശനിയാഴ്ച, പിന്നെ ഞായറാഴ്ച ഈസ്റ്റർ. ഇന്നലെ വെള്ളിയാഴ്ചയുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പം ചർച്ചിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോകാതെ വ്ളോഗ് ഈ 3 ദിവസം വെള്ളിയാഴ്ച, ശനി, ഈസ്റ്റർ, ഇതിൻ്റെ 3ൻ്റെയും കൂടെ വിശേഷങ്ങൾ ഒരുമിച്ച് ഒരു വ്ളോഗിലാക്കാം. അപ്പം ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 5th ഡേ ആണ്. കൂടെ നമ്മുടെ ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ്. ഇന്ന് കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ, ഷോപ്പിങ് കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ പുറത്ത് പോകാണ്, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിക്കണം. അപ്പം അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ കുറച്ച് ഗ്രോസറീസ് മേടിക്കണം. നാളെ നല്ല തിരക്കായിരിക്കും. കാരണം ഫാമിലിയും സംഭവങ്ങളെല്ലാം ചേർന്ന് ഭയങ്കര ആഘോഷം, ഭയങ്കര പൊളി വൈബായിരിക്കും നാളെ. അപ്പം ഇന്ന് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇന്ന് വലിയ ആഘോഷങ്ങൾ വീട്ടിലില്ല. നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. കാരണം ആകെ ഉള്ളത് നമ്മുടെ ഒരു സൈക്കിൾ മാത്രമാണ്.
സോ അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ വിട്ടു കൊടുക്കുന്നത് നമ്മുടെ ട്രാക്ക് ഒന്നും മാറാൻ പോകുന്നില്ല. നമ്മുടെ ചലഞ്ച് ഈസ് ഓൺ ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ 5th ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാർഡിയോ, ആപ്സ്, ഇത് രണ്ടുമാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഇതിന് എന്തായാലും 1 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി ഞങ്ങളെല്ലാവരും പാതിര കുർബാനയ്ക്കാണ് പോയത്. അപ്പോൾ പള്ളിയിൽ നമ്മൾ കത്തിച്ച തിരി വീട്ടിൽ കൊണ്ടുവന്ന് കത്തിക്കണം, അണയാണ്ട് ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് കൊണ്ടുവരുമായിരുന്നു. വരുന്ന വഴിക്ക് പപ്പയും മമ്മയും വണ്ടിയിൽ പോകുന്ന കണ്ടു. അപ്പോൾ ഓൾറെഡി വെളുപ്പാങ്കാലം 3 മണിയായി. ഇനി രാവിലെ എണീറ്റ് വേണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കാൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഇത് ഒരു സംഭവം, ഇത് എന്താണ് വട്ടയപ്പം അല്ലേ, ഇതിൻ്റെ പേരാണ് വട്ടയപ്പം. സോ ഹൗ ഇസ് ഇറ്റ് കസിയ? മമ്മാഞ്ഞി ഇന്നലെ തേങ്ങയും ഇതൊക്കെ അരച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതാണോടാ ഒന്നെടുത്തോ, അണ്ടിപ്പരി മാത്രം എടുക്കാതെ. അണ്ടിപ്പരി വേണമെങ്കിൽ അണ്ടിപ്പരി തിന്നാൻ ഇവിടെ ആളുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഈസ്റ്ററിന് ഇതൊരു സ്പെഷ്യൽ. പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നാത്തൂൻ പ്രിപ്പയർ ചെയ്ത ഇതെന്താണ്, ബീഫ് സ്റ്റൂ പ്ലസ് പാലപ്പം. സാർ എൻ്റെ അടുത്ത് മലക്കറി എടുക്കാൻ പറയുന്നത്. വെജിറ്റബിൾ എടുത്തേ പറ്റുള്ളൂ. ക്യാരറ്റ്, ബീൻസ് എല്ലാം അതിൻ്റെ അകത്ത് എടുക്കണം. ഉരുളക്കിഴങ്ങ് എടുക്കും. കെസിക്ക് ഈ വെജിറ്റബിൾസ് ഒന്നും ഇങ്ങനെ ബോയിൽ ചെയ്ത് ഇഷ്ടമല്ല. സോ ഷീസ് ടേക്കിംഗ്. കെസി ഇത് എന്തുവാ കെസി? ഇത് എല്ലാം കൂടെ കഴിക്കുന്നതിനാണ് ഈ സ്റ്റൂ എന്ന് പറയുന്നത്. ഓക്കെ ഞാനങ്ങനെ പാലപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു ഗൈസ്. ആക്രാന്ത് മൂത്തിരുന്നോണ്ട് ബിരിയാണിയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ പപ്പാടെ അനിയത്തിമാരൊക്കെയാണ് ഈ ഇരിക്കുന്നത്. അവരൊക്കെ വന്നു, അവരായിട്ടൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഈസ്റ്റർ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ വീട്ടിൽ പോയിരുന്ന എൻ്റെ ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് എൻ്റെ പേരൻസുമായിട്ട്. അപ്പം ഒരുപാട് റിലേറ്റീവ്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേർച്ചിൽ 3 ദിവസം ഫുൾ ഡേ ഉണ്ടായിരുന്നു. പിന്നെ കുക്കിംഗ് അങ്ങനെ ഭയങ്കര പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ ക്ലിപ്പ് എടുക്കാനേ പറ്റുള്ളൂ. കാരണം വീട്ടിലൊക്കെ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം അതൊരു ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പിന്നെ ചേർച്ചിൽ പോകുമ്പോൾ ഓബിയസ്ലി എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ അതാണ് ഈ 3 ദിവസം സംഭവിച്ചത്. സോ എനിക്കറിയാം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ understand what I'm trying to explain. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് അച്ഛൻ ഓഫീസിൽ പോയി. അപ്പം ഞാൻ രാവിലെ കഴിച്ചത് നമ്മുടെ ഏത്തക്ക പുഴുങ്ങിയിട്ട്, ഞാൻ വരുന്ന സമയത്ത് ഏത്തക്ക മേടിച്ചിട്ട് വന്നു. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞാൻ അച്ഛൻ പോയി ഇപ്പോൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ച് ആപ്സ് ചെയ്തു, കുറച്ച് കാർഡിയോ ചെയ്തു. സോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം കഴിച്ചത് അച്ഛൻ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഈ 3 ദിവസം എനിക്ക് വെയിറ്റ് ലിഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അതിൻ്റെ ഒരു ചെറിയ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് തീർന്നത്. അപ്പോൾ നാളെ മുതൽ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാം. അപ്പോൾ കെസിയില്ല, ലിയോണില്ല, ആരുമില്ല. അപ്പം ഞാനിങ്ങനെ സെൽഫി ക്യാമറ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. സോ അപ്പം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. സോ അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എല്ലാത്തിനും അടിപൊളി ഒരു താങ്ക് യു. അപ്പോൾ സീ യു ടുമോറോ.